തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധയെന്ന് പരാതി. 80ഓളം വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. തേഴ്സ്ഡേ നൈറ്റിൽ ഫുഡ് കഴിച്ചവർക്കാണ് പ്രശ്നം വന്നത്. അപ്പം ഡിന്നറിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അന്ന്. അത് കഴിച്ചതിന് ശേഷം സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു. വയറുവേദന, വൊമിറ്റിംഗ്, ഡയറിയ ഒക്കെ ആയിട്ട്. എൻ്റെ റൂമിലെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ഹോസ്പിറ്റലിൽ പോയി എന്നാണ് പറഞ്ഞത്, അറിയില്ല ശരിക്കും. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു രാത്രി. വെജ് കറി ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിച്ചവർക്ക് പ്രശ്നമില്ല. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇതിപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഈ സംഭവം? പരിശോധനകളൊക്കെ ആരോഗ്യവകുപ്പ് നടത്തിയോ? ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? അനുജ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ വനിതാ ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഈ വ്യാഴാഴ്ച വൈകുന്നേരം കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത് എന്നുള്ള നിഗമനമാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. അന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമായിരുന്നു മെനുവായി ഉണ്ടായിരുന്നത്. ഇതിൽ ചിക്കൻ കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഏകദേശം 80ഓളം വിദ്യാർത്ഥികൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. ഇതിൽ കുറച്ച് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ നേരിട്ടെത്തി ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അല്പസമയം മുമ്പ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വനിതാ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് സാമ്പിളുകളടക്കം ഈ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട മറ്റ് പരാതികളൊന്നും തന്നെ വിദ്യാർത്ഥികൾ പറയുന്നില്ല. നല്ല ഭക്ഷണമാണ് ഈ ഹോസ്റ്റലിലെ ക്യാൻറ്റീനിൽ നൽകുന്നത് എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുകൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ച പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ പരിശോധന ഈ വനിതാ ഹോസ്റ്റലിൽ ഇപ്പോഴും തുടരുകയാണ്. അനുജ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായി എന്ന പരാതി വന്നിരിക്കുന്നത്. 80ഓളം വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചിക്കൻ കറി കഴിച്ച ആളുകൾക്കാണ് ഈ പ്രശ്നമുണ്ടായത് എന്നതാണ് ഒരു വിദ്യാർത്ഥിനി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.